ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈവനിങ് റൂട്ടീനാണ് കേട്ടോ. ഈവനിങ് എന്നൊന്നും പറയാൻ പറ്റില്ല, സന്ധ്യാസമയം കഴിഞ്ഞതിന് ശേഷം രാത്രി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ എൻ്റെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കണേ. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെ വീട്ടിലത്തെയും പോലെ തന്നെ വൈകുന്നേരത്തെ ചായ കുടിച്ച കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടാണ് കേട്ടോ എൻ്റെ വീഡിയോയുടെ തുടക്കം. കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ കഴുകി. ഇപ്പോൾ അവൻ ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ട് പോവുക കേട്ടോ. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം വെച്ചു. പിന്നെ അവൻ്റെ ബോട്ടിൽ തിളപ്പിക്കാണ്ടായിരുന്നു. രാവിലെയും തിളപ്പിക്കും, വൈകിട്ടും തിളപ്പിക്കും കേട്ടോ. അപ്പോൾ 2 നേരം നന്നായി തിളപ്പിച്ചിട്ടാണ് അവനെ വെള്ളക്കാക്കി വെക്കും. പിന്നെ വൈകിട്ടാകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഏട്ടനും ഏടത്തിയമ്മയും ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വരുമ്പോൾ കഴിക്കാൻ കൊടുന്ന സാധനങ്ങളും അങ്ങനെ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതൊക്കെ ഉണ്ടായിരുന്നു. ചോളം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി. ചോളം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ച്. പിന്നെ അവൻ്റെ ബോട്ടിൽ തിളപ്പിച്ചതാണെങ്കിലും ഞാൻ വീണ്ടും പച്ചവെള്ളത്തിൽ കഴുകും കേട്ടോ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സുഖമില്ല. അപ്പം ഞാൻ അങ്ങനെ വീണ്ടും കഴുകി വെള്ളമൊക്കെ ആക്കി വയ്ക്കും. അപ്പോൾ വെള്ളം തിളപ്പിച്ച് ഇനി ചൂടാറിയിട്ട് വേണം ആക്കി വയ്ക്കാൻ. ഇങ്ങനെ കുഞ്ഞു കുപ്പികളിൽ വെള്ളമൊക്കെ നിറച്ച് വെക്കുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ചെയ്ത് വയ്ക്കും. ഇനിയിപ്പോൾ ചെറിയ കുപ്പി ഇല്ലെങ്കിൽ ഞാൻ വലിയ കുപ്പിയിൽ നിറച്ച് വയ്ക്കും കേട്ടോ. കുപ്പികളിൽ ഇങ്ങനെ നിറച്ച് വെച്ച് അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാത്രത്തിൽ വയ്ക്കുന്നതിനേക്കാൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് മേലെ കഴുകാൻ പോവാണ് കേട്ടോ. മേലെ കഴുകാൻ പോണ സമയത്ത് ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഒക്കെ ഇടും കേട്ടോ. പിന്നെ അവനെ കൊണ്ട് വരുമ്പോൾ ഇതൊക്കെ അവൻ്റെ കളിക്കുന്ന കളിപ്പാട്ടങ്ങളാണ് കേട്ടോ. അവൻ്റെ ഒന്നും പറ്റില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ അവന് കളിക്കാൻ ഇഷ്ടം. പിന്നെ രാവിലെ ഇട്ട കുറച്ച് തുണി ഉണ്ടായിരുന്നു, അവൻ്റെ ഡ്രസ്സൊക്കെ. ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പം തന്നെ ഇങ്ങനെ ഡ്രസ്സൊന്നും ഉണങ്ങാതെ വരുന്നുണ്ട്. പുറത്തിട്ടിട്ട് ഉണങ്ങാതെ വന്നതൊക്കെ ഞാൻ മേലെ കൊണ്ടുവന്ന് ഫാനിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് താഴേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഞാൻ താഴെ എത്തി. എൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു. മീൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രൈ ആക്കാനുള്ളത്. ഇന്നലെ മസാല തേച്ച് ഫ്രിഡ്ജിൽ കയറ്റിയതാണ്. അപ്പോൾ ഞാൻ അത് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് അവനെ എണീക്കുമ്പോൾ ഇനി അവന് കഴിക്കാൻ ആപ്പിൾ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആപ്പിൾ എടുത്തുകൊണ്ട് വരാൻ പോയതാണ്. അങ്ങനെ ആപ്പിൾ കൊണ്ടുവന്നു. അത് മുറിച്ച് പുഴുങ്ങി വേവിച്ചിട്ടാണ് കേട്ടോ കൊടുക്കുക. ഡോക്ടർ പറഞ്ഞത് അങ്ങനെ കൊടുക്കാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ട്. എല്ലാവരും കൊടുക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ അത് പുഴുങ്ങി നല്ല പുഴുങ്ങാൻ വെച്ചു. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം അത് ഫുൾ ഡ്രൈ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എക്സ്ട്രാ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്നതിന് കാര്യമില്ലല്ലോ. അപ്പോൾ കറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി വേവിച്ചിട്ട് അങ്ങനെ എടുക്കണം കേട്ടോ. എന്നിട്ട് ഉടച്ചിട്ട് അവന് കൊടുക്കും. ഇപ്പോൾ കഴിക്കും. ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ കഴിക്കും, ചില ദിവസങ്ങളിൽ കഴിക്കുകയൊന്നുമില്ല, തുപ്പിക്കളയും. അപ്പം ഞാൻ പിന്നെ 2 ദിവസത്തിന് കൊടുക്കില്ല, പിന്നത്തെ ദിവസം കൊടുക്കും. അങ്ങനെയൊക്കെ മാറി മാറി കൊടുക്കും. ഓരോ പരീക്ഷണങ്ങൾ നടത്തി ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ എനിക്ക്. അപ്പോൾ അങ്ങനെ കഴിക്കാമെന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല രസമാണ്. പക്ഷേ കഴിക്കാതെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാനസികമായി നമ്മൾ തളരും. മീൻ വറുക്കാനിട്ടിട്ട് അങ്ങനെ ആപ്പിൾ മുറിക്കാൻ നോക്കി. പിന്നെ അവർ വരുമ്പോൾ മാതള നാരങ്ങ, അനാറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് നല്ല ഇളയതാണ്, മൂത്തിട്ടില്ല തോന്നുന്നു. അത് കാരണം അതിൻ്റെ കുരുവൊന്നും റെഡ് കളറായിരുന്നില്ല, വെള്ള കളറായിരുന്നു കേട്ടോ. അപ്പോൾ കാണുമ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. നമ്മുടെ അനാറ് ചുമന്നിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ കാണാനൊരു ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കഴിക്കാൻ കുഴപ്പമില്ല, ഒരു ചെറിയൊരു പൊടിയും മധുരമൊക്കെ ഉണ്ട്. പിന്നെ അത് മുറിച്ച് നോക്കിയപ്പോൾ അതെനിക്കൊരു അബദ്ധമായിട്ട് തോന്നി. പിന്നെ കഴിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. എന്താണെങ്കിലും ഇപ്പോൾ കഴിച്ച് തീർക്കണമല്ലോ. അപ്പോൾ ഡെയിലി ഓരോന്നെടുത്ത് പൊളിക്കുക, എല്ലാവരും കൂടി ആകുമ്പോഴത്തേക്ക് തീർന്നോളല്ലോ എന്ന് വിചാരിച്ചു. നശിപ്പിച്ച് കളയണ്ടല്ലോ. വലിയ ടേസ്റ്റൊന്നുമില്ല. അപ്പോൾ അവനും കൊടുക്കാമല്ലോ, അവന് കളിക്കും ചെയ്യാം. എങ്ങാനും 1 2 ഒക്കെ വായിൽ പെട്ട് കഴിഞ്ഞാൽ നല്ലതല്ലേ. കളറ് കണ്ടോ, ഒട്ടും ചുവന്ന കളറല്ല. എന്തായാലും ഞാൻ എടുത്ത് വെച്ചു. കുട്ടി ഇരുന്ന് കളിക്കുന്ന സമയത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയി അടച്ച് വെച്ചു കേട്ടോ.
അപ്പോഴത്തേക്ക് അവൻ്റെ ആപ്പിൾ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാവും കേട്ടോ, ഡ്രൈ ആയിട്ട് വെള്ളമൊക്കെ വറ്റി ഇതായിട്ടോ. അപ്പോൾ 1-2 തവണ ഞാൻ അവൻ്റെ അടുത്ത് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, എണീറ്റോന്ന്. അപ്പോൾ അമ്മ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ അടുത്ത് എണീക്കുന്നത് നോക്കിയിട്ട്. അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടിലിലൊക്കെ കിടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ താഴേക്ക് വീണാലോ എന്ന് പേടിച്ചിട്ട് ഒരാളെപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും. താഴെ കിടത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ ചില സമയത്ത് അവൻ താഴെ കിടന്നു കഴിഞ്ഞാൽ അവൻ ഉറങ്ങില്ല. അപ്പോൾ എണീറ്റിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ലേറ്റ് ആവില്ലേ. അപ്പം തന്നെ 8 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയപ്പോൾ ദേണ്ടേ ആൾ സ്റ്റെയറൊക്കെ കയറിപ്പോണു. ഇപ്പോൾ ആളൊറ്റയ്ക്ക് സ്റ്റെയറൊക്കെ കയറാൻ പഠിച്ചു. ഇങ്ങനെ കയറിപ്പോവും. നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണ് തെറ്റിയാൽ മതി, അപ്പോഴത്തേക്ക് കയറി എവിടെ എത്തിയിട്ടുണ്ടാവും എന്നറിയോ, പേടിയാണ്. ഇപ്പോൾ ഫീഡിങ് ചെയർ ഉള്ളത് കാരണം എനിക്ക് കുറേയൊക്കെ ഒരു ആശ്വാസമാണ് കേട്ടോ. കുറേ സമയം അവൻ അതിലിരിക്കും. കഴിക്കാൻ കൊടുക്കുമ്പോൾ എടുത്തുകൊണ്ട് നടക്കലൊക്കെ കുറവാണ്. അവന് കഴിക്കാൻ കൊടുത്തിട്ട് പിന്നെ ഞാൻ കഴിച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവന് വാശി, ഉറക്കൊക്കെ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒന്നിനും സമ്മതിക്കില്ല. അപ്പോൾ ഞാനും ഭക്ഷണം കഴിച്ചു വേഗം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയൊന്നുമില്ല കേട്ടോ. ഞങ്ങളൊക്കെ ഓരോരുത്തർ ഓരോ നേരത്തെ കഴിക്കുക. കാരണം ഓരോരുത്തർ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അവൻ്റെ കൂടെ ഇരിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ 3 പേരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ അപ്പോഴത്തേക്ക് അമ്മ ഭക്ഷണം കഴിച്ച്, അമ്മ ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ കഴിച്ച് പാത്രങ്ങളൊക്കെ കുറേ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങൾ ഞാനും കഴുകി വെച്ചു, അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി. അപ്പോൾ രാത്രി ആകുമ്പോഴത്തെ അടുക്കളയിലെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവർക്ക് 2 പേർക്കും കൂടെ അനാറ് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അച്ചച്ചനും കുട്ടിക്കും. അപ്പോൾ അവരവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ബഹളമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ പാല് കുടിക്കും. ഇപ്പോൾ രാത്രി 2 ദിവസമായിട്ട് പാല് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ കാച്ചി വെച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. മഴ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പോൾ പുറത്ത് നല്ല തണുപ്പ്. ഇവിടെ ഷീറ്റിട്ടത് കാരണം ഇങ്ങനെ ഒരു സൈഡിൽ വെള്ളം വീഴുമ്പോഴേ ഇങ്ങനെ ഊത്താൽ വന്നിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനെന്താണ് ഇങ്ങനെ ഒരുമാതിരി മരവിച്ച പോലെ നടക്കുന്നത് കേട്ടോ, വേഗം കയറിപ്പോയാൽ മതി എന്നായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് അമ്മ എന്തൊക്കെയോ പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ എന്തോ സംസാരിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാനൊന്ന് പോയി നോക്കിയതാണ് കേട്ടോ അവരുടെ അടുത്ത്, അച്ചച്ചരുടെ അടുത്തും കുട്ടിയുടെ അടുത്തും. അപ്പോൾ 2 പേരും കൂടി ഭയങ്കര കളിയാണ് അവിടെ. അപ്പോൾ അവന് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, പല്ലൊന്നും നേരെ വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ നിബ്ലറിലിട്ടിട്ട് കൊടുത്തു. ആ സമയം കൊണ്ട് പാലൊക്കെ തിളച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പോയി, കറക്റ്റ് സമയത്ത് ഞാൻ അവിടെ എത്തി. അത് കാരണം വലിയ പ്രശ്നമായില്ല, ഒക്കെ പോയില്ല. ഈ പാല് തിളച്ച് പോകൽ ഭയങ്കര പ്രശ്നമാണല്ലേ. എപ്പോഴും തിളച്ച് പോകും കേട്ടോ. എൻ്റെ നിന്നും പോവും, അമ്മയുടെ നിന്നും പോവും. ഞങ്ങൾ ചിലപ്പോൾ നോക്കി നിൽക്കുമായിരിക്കും, എന്നാലും പോവും. പിന്നെ ഞാൻ കുപ്പിയിലൊക്കെ വെള്ളമാക്കി വെച്ചു. ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഞാനിങ്ങനെ സ്റ്റെപ്പിൽ കൊണ്ടുപോയി കേട്ടോ. കൊണ്ടുപോകാനുള്ള, ഞങ്ങളുടെ റൂമിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ, അവൻ്റെ ഒരു ബോട്ടിലും എൻ്റെ ഒരു ബോട്ടിൽ, ഒരു പഴം, പിന്നെ എനിക്ക് ഇപ്പോൾ കുടിക്കാനുള്ള പാല് ഒക്കെ, പിന്നെ ഫോണിൻ്റെ ചാർജർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് എവിടെ വെച്ചിട്ട്, ഞാൻ അവനവിടെ കളിക്കുകയാണല്ലോ, എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പിന്നാലെ വരും. അപ്പോൾ അത് കാരണം ഞാൻ അവൻ കാണാതെ ഞാൻ അതൊക്കെ റൂമിൽ കൊണ്ടുവച്ചിട്ട് വന്നു. താഴെ പിന്നെ എല്ലാം വലിച്ചു വരിയിട്ട് വെക്കായിരുന്നു അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ. അതൊക്കെ ഓരോന്ന് പെറുക്കി അതാത് സ്ഥാനത്തെത്തിച്ച് ഇനി അവനെ മേല് കഴിയിക്കണം. എന്നും രാത്രി മേല് കഴിയിക്കും കേട്ടോ, കിടക്കാൻ പോണതിൻ്റെ മുന്നേ. അവനൊരു സുഖം, നമുക്കങ്ങനെയാണെന്നല്ലോ. അപ്പം ഞാൻ വിചാരിക്കും അവനും ഒരു സുഖം കിട്ടുമെന്നൊക്കെ. പക്ഷെ എല്ലാവരും പറയും എല്ലാവരും അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ. പക്ഷെ എനിക്കെന്തോ ഇവൻ കളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല വിയർക്കും. അപ്പോൾ എനിക്ക് മേല് കഴുകാതിരിക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് ഞാൻ നേരെ വന്ന് അവന് മേല് കഴുകിയിട്ടിടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. കഴുകി വന്നു കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ വെള്ളത്തിൽ ബക്കറ്റിലേക്ക് ഇരിക്കും. അപ്പോൾ അവിടെ നിന്ന് എടുത്തു കൊണ്ടുവരുമ്പോൾ അവന് ചെറിയൊരു കുറുമ്പുണ്ടാവും, ചിലപ്പോൾ ഒന്ന് വാശി പിടിക്കും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഞാൻ വേഗം എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കും. അപ്പം അച്ഛനപ്പോഴേക്ക് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ പുതപ്പിൻ്റെ ഉള്ളിലായിരുന്നു ആശാൻ കയറിയിരുന്നത്. ഡ്രസ്സ് ഇടാനൊന്നും വന്നില്ല. പിന്നെ എങ്ങനെയൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറി ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഒളിച്ച് കളിക്കുകയായിരുന്നു അവിടെ. അവൻ ഒളിച്ചിരിക്കുക. ഞാനിവിടെ ഞങ്ങൾ വന്ന് കഴിഞ്ഞാൽ കളിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ അച്ഛൻ്റെ പുതപ്പ് കിട്ടിയപ്പോൾ അവൻ
അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒളിച്ചിരിക്കും. അപ്പോൾ പിന്നെ അച്ചമ്മേനെ വിളിച്ച് ഞങ്ങൾ കുറച്ച് നേരം കളിച്ച് അപ്പോഴത്തേക്ക് അവന് ഉറക്കം വരാനുള്ള ഇതൊക്കെ തുടങ്ങി കേട്ടോ. ഇങ്ങനെ തലയൊക്കെ ചൊറിയാൻ തുടങ്ങി. അതാണ് ഉറക്കം വരുന്ന ഒരു സിമ്പിൾ. കണ്ട ആ ചൊറിയണത്. ഞാനിങ്ങനെ കയറി പോകുമ്പോഴേ അവൻ എൻ്റെ കാലിലേക്ക് നോക്കിയായിരുന്നു കേട്ടോ. അവന് കയറി പോകാൻ വേണ്ടിയിട്ടാണേ. ഭയങ്കര ഇഷ്ടമാണ്. എന്തപ്പോൾ സംഭവം എന്നറിയില്ല. ഇപ്പോൾ അവരുടെ ഓരോ വളർച്ചയുടെ ഭാഗമായിരിക്കാം, ഓരോ കുരുത്തക്കേടുകൾ ഇങ്ങനെ ഒപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. അവനെ അതിൻ്റെ ഉള്ളിൽ കയറ്റി വിട്ടേ. ഇപ്പോൾ പിന്നെ ഇതിലാണ് കേട്ടോ ഇരിക്കുക. കാക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് വായിച്ചു. അതിൽ ഓരോ ബേഡ്സ്, കാക്ക, പീക്കോക്ക്, കോഴി, ഇതൊക്കെ പറയും കേട്ടോ. പറയില്ല, അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ കാണിച്ചു തരും. പിന്നെ ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. ഇതിപ്പോൾ വീഡിയോ എൻ്റെ റൂട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ രുദ്രുവിൻ്റെ ആയിട്ടുണ്ട് അവസാനത്തേക്ക്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.